ലോകരാഷ്ട്രീയവും ആത്മീയതയും ഒരുപോലെ കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ലിയോ 14 മാർപ്പാപ്പയും ഇവർ തമ്മിലുള്ള പ്രത്യയശാസ്ത്രപരമായ ഒരു വാക്പോരും മുറുകുമ്പോൾ, മറുവശത്ത് ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള സൈനികവും സാമ്പത്തികവുമായ പോരാട്ടം ലോകത്തെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ വിവാദപരമായ AI ചിത്രങ്ങളും മാർപ്പാപ്പയുടെ ശക്തമായ നിലപാടുകളും ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ, ഹോർമുസിലെ നാവിക ഉപരോധവും ചൈനയുടെ കടുത്ത മുന്നറിയിപ്പുകളും ആഗോള ഊർജ്ജ വിപണിയെയും നയതന്ത്ര ബന്ധങ്ങളെയും തകിടം മറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അസാധാരണമായ രീതിയിലാണ് അമേരിക്കയും ഇറാനും ഇപ്പോൾ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്. അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും മുതൽ വൻതോതിലുള്ള പടക്കപ്പലുകൾ വരെ ഹോർമുസ് കടലിടുക്കിലും പരിസരത്തും അണിനിരന്നു കഴിഞ്ഞു. മുന്നറിയിപ്പിന്റെ ഘട്ടം കഴിഞ്ഞ് ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറി ഉണ്ടായേക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സൈനിക വിന്യാസത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ഈ യുദ്ധത്തിന് ഒരു അന്തിമ ഫലം ഉണ്ടാകുമോ? ഇന്ന് ലോകയിൽ ആദ്യം ലോകത്തെ മുൾമുനയിൽ നിർത്തുന്ന ഈ ഒരു ഭൗമരാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് പ്രമുഖ ജിയോ പൊളിറ്റിക്കൽ അനലിസ്റ്റ് ഡോക്ടർ മോഹൻ വർഗീസ് തയ്യാറാക്കിയ പ്രത്യേക വിശകലനമാണ് റിപ്പോർട്ടിലേക്ക്. യുദ്ധത്തെ പലപ്പോഴും ചിലരെങ്കിലും ഒരു മത്സരമായി കാണാറുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, പിന്തുണച്ചുകൊണ്ട്, ഫാൻ ഫോളോയിങ് ആയി പ്രവർത്തിച്ചുകൊണ്ട് ഏതെങ്കിലും ഭാഗത്തിന് വേണ്ടി, ഇപ്പോൾ IPL ടീമിൽ ഏതെങ്കിലും ടീമിനെ പിന്തുണയ്ക്കുന്നത് പോലെ, അല്ലെങ്കിൽ വള്ളംകളിയിൽ ഏതെങ്കിലും ഒരു വള്ളത്തെ പിന്തുണയ്ക്കുന്നത് പോലെ, അങ്ങനെ ഒരു ഗെയിമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഇറാൻ അമേരിക്ക സ്റ്റാൻഡ് ഓഫ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ സംഘർഷം, അതിൽ ഏതെങ്കിലും രീതിയിൽ ഒരു വിജയം ഉണ്ടാവുമോ എന്ന ചോദ്യമാണ് പലരുടെയും നാവിൻ തുമ്പത്ത്. ആദ്യം തന്നെ പറയട്ടെ, യുദ്ധങ്ങളിൽ, ആധുനിക ലോകത്തെ യുദ്ധങ്ങളിൽ കൃത്യമായ യുദ്ധവിജയം ഉണ്ടാവില്ല. പൂർണ്ണമായ ഒരു സൈനിക വിജയം, സൈനിക നടപടിയിലൂടെ ഒരു വിജയം സാധ്യമാവില്ല. നോക്കൂ, എത്ര വർഷമായി? 2022 ഫെബ്രുവരി മുതൽ നടക്കുന്ന റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ റഷ്യ ഉക്രൈൻ്റെ 20% ഭൂമി കൈയടക്കി. പക്ഷേ പൂർണ്ണമായി ഉക്രൈനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഉക്രൈൻ ഇപ്പോഴും റെസിസ്റ്റ് ചെയ്യുന്നു. യുദ്ധവിരാമം അടുത്തെങ്ങും ഉണ്ടാവില്ല എന്നൊരു ചിന്തയാണ് ലോകത്തിന്. നോക്കൂ, ഫ്യൂട്ടിലിറ്റി. പക്ഷേ റഷ്യക്ക് ഒരുപക്ഷെ എത്ര കാലം വേണമെങ്കിലും യുദ്ധം തുടരണം എന്ന പ്ലാനിൽ തന്നെ ആയിരിക്കണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നോക്കൂ, രണ്ടാമത്തെ ഈ സമീപകാലത്ത് നടന്ന ഒക്ടോബർ 7, 2023 മുതൽ തുടരുന്ന ഇസ്രയേൽ ഗാസ അല്ലെങ്കിൽ ഇസ്രയേൽ ഹമാസ് സംഘർഷം, അതെവിടത്തെ നിൽക്കുന്നു? ഗാസ പീസ് ഡീൽ അല്ലെങ്കിൽ ബോർഡർ പീസ് ഇതൊക്കെ പറയുന്നു എങ്കിൽ പോലും ഇപ്പോഴും ഗാസ വലിയ രീതിയിൽ സംഘർഷഭരിതമാണ്. യുദ്ധം അല്ല എങ്കിൽ പോലും പൂർണ്ണ സമാധാനം എത്തി എന്ന് പറയാനാവില്ല. ലെബനൻ ഇതോടൊപ്പം തുടർന്ന ലെബനൻ ഇസ്രായേൽ യുദ്ധം ഇപ്പോഴും തുടരുന്ന ഒരു കാഴ്ചയാണ്. ഹിസ്ബുള്ളയുമായി നിരന്തരമായ ഫൈറ്റാണ്. വെടിനിർത്തൽ ഉണ്ടായി എങ്കിൽ പോലും ഇപ്പോഴും ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ ശക്തമായ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ലെബനൻ്റെ ഏതാണ്ട് തെക്ക് പ്രദേശത്തുള്ള 10-1 ലെബനൻ്റെ ഭൂമിയും പിടിച്ചെടുക്കാൻ ഇസ്രായേൽ ശ്രമിച്ചു. അത് ഏതാണ്ട് പൂർണ്ണതയിലെത്തി നിൽക്കുന്നു. ലിറ്റാനി നദിയുടെ തെക്കുള്ള പ്രദേശം ഇസ്രായേൽ കൈവശപ്പെടുത്തി. ടോട്ടൽ ലെബനീസ് ഭൂമിയുടെ 10% വരുന്നത്. അതുപോലെ ഹൂതികൾക്കെതിരെയുള്ള യുദ്ധം ഇസ്രായേൽ ഇപ്പോഴും തുടരുന്നു. ഇടയ്ക്കിടയ്ക്ക് തന്നെ അപ്രതീക്ഷിതമായി ഒരു ഹൂതി മിസൈൽ ഇസ്രായേൽ വന്ന് വീഴുകയാണ്. തിരിച്ച് ഹൂതികൾക്കെതിരെ ആക്രമണം നടക്കുന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഒരു യുദ്ധവും തുടങ്ങി വെക്കാനല്ലാതെ അവസാനിപ്പിക്കാൻ കഴിയില്ല. അതേപോലെ ഒരു യുദ്ധമാണോ ഫെബ്രുവരി 28, 2026 അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനുമേൽ നടത്തിയിരിക്കുന്നത്? ഇതാണ് ചോദ്യം. അതെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു കരാറിലൂടെ അല്ലാതെ, രണ്ടു ഭാഗത്തിനും എഗ്രിയബിളാകുന്ന, സമഗ്രമാകുന്ന ഒരു കരാറിലൂടെ അല്ലാതെ ഈ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാനാവില്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അപ്പോൾ എന്താണ് ഈ സമഗ്രത എന്ന് പറയുന്നത്? ഇതിൻ്റെ വിഷയത്തിൻ്റെ അടിസ്ഥാനം, ഏത് യുദ്ധത്തിനും പരിഹാരമാർഗം തേടിയുള്ള യാത്രയിൽ എത്തി നിൽക്കേണ്ടത് ഫണ്ടമെൻ്റൽ ഇഷ്യൂസാണ്. ഇത് ഇറാൻ്റെ മാത്രം വിഷയമായിരുന്നില്ല, ഹോർമൂസിൻ്റെ വിഷയമായിരുന്നില്ല. ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണം എന്നത് ഇസ്രയേലുമായുള്ള ഒരു തരം മുപ്പിളമ തർക്കം തന്നെയാണ്. അതുകൊണ്ട് ഇസ്രയേലിന് ഒരു സുരക്ഷാ ഭീഷണി ഉണ്ടായി. അതുകൊണ്ട് ഇറാൻ്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ചില തീരുമാനങ്ങൾ ഉണ്ടാവണം. ഇറാൻ്റെ ആണവ പദ്ധതി ഏത് രൂപത്തിൽ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് തീരുമാനം ഉണ്ടാകണം.
കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് മുൻപ് 2015 ഒബാമ ഭരണകാലത്ത്, അമേരിക്കയിൽ ഒബാമ പ്രസിഡൻ്റായിരുന്ന കാലത്ത് ഇറാനുമായി ഒരു ആണവ ചർച്ച നടത്തി ഒരു കരാറിൽ ഏർപ്പെട്ടു. ആ കരാറനുസരിച്ച് 5-6 രാജ്യങ്ങൾ അതിന് സാക്ഷികളായിട്ടുണ്ട്. റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ. അതായത് P5 4 രാജ്യങ്ങൾ അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇറാനുമായി ഒരു വലിയ കോംപ്രഹെൻസീവ് ഡീലാണ്. അതിൽ ഇറാന് ആണവ സമ്പുഷ്ടീകരണം സാധ്യമാണ്, റിയാക്ടറുകൾ പ്രവർത്തിക്കട്ടെ, പക്ഷേ ഊർജ്ജ ഉത്പാദനത്തിന് വേണ്ടി മാത്രമുള്ള ഏതാണ്ട് 3.8% വരെ യുറേനിയം സമ്പുഷ്ടീകരണ അനുവാദം അതാണ് നൽകപ്പെട്ടിരുന്നത്. ആ ഒരു കരാറാണ് ഏകപക്ഷീയമായി ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം അധികാരത്തിൽ വന്നപ്പോൾ 2018 ഏകപക്ഷീയമായി ആ കരാറിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴിതാ ട്രംപ് പറയുന്നു അടിസ്ഥാന വിഷയം ആണവ ഇറാനാണ് അടിസ്ഥാന വിഷയം. ആണവ ഇറാൻ ഇസ്രായേൽ മാത്രമല്ല അറബ് ലോകത്തിനും വലിയ ഭീഷണിയാണ്. കാരണം അവരുടെ കൈവശം മിസൈലുകളുണ്ട്, കൃത്യതയുള്ള മിസൈലുകളുണ്ട്, റോക്കറ്റുകളുണ്ട്. ആണവായുധങ്ങൾ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെയോ ഇസ്രായേലിനെതിരെയോ പ്രയോഗിക്കപ്പെട്ടാൽ സർവനാശമായിരിക്കും. അതുകൊണ്ട് ഇറാൻ്റെ കൈവശം ആണവ ആയുധങ്ങൾ സ്റ്റേബിൾ ആയിരിക്കില്ല, സെക്യൂർ ആയിരിക്കില്ല. 60% സമ്പുഷ്ടീകരണമാണ് ഇറാൻ കൈവരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള 480 കിലോഗ്രാം വളരെ സേഫായി എവിടെയോ തുരങ്കങ്ങളിൽ അണ്ടർഗ്രൗണ്ടിൽ വളരെ ആഴമുള്ളിടത്ത് അമേരിക്കൻ ബങ്കർ ബസ്റ്ററുകൾക്ക് എത്തിപ്പെടാനാവാത്ത ആഴങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നു ഇറാൻ. അതാണ് അടിസ്ഥാന വിഷയം എന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നു അതുമാത്രമല്ല, അടിസ്ഥാന വിഷയം പാലസ്തീൻ വിഷയമാണ്. പാലസ്തീൻ്റെ സ്വയം നിർണയ അവകാശം. ഒരു അറബി ജനത, ഈ ഇസ്രായേൽ എന്ന രാജ്യം 1948 അവിടെ കനാൻ നാട്ടിൽ രൂപീകൃതമാകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അറബി ജനത, അവരെയാണല്ലോ പാലസ്തീനിയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമായി ചിതറി നിൽക്കുന്ന പലസ്തീനിയൻ ജനതയ്ക്ക് ഒരു രാഷ്ട്രം എത്രയോ കാലമായുള്ള അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയുടെ കമ്മിറ്റ്മെൻറ്റാണ്, യുണൈറ്റഡ് നേഷൻസിൻ്റെ കമ്മിറ്റ്മെൻറ്റാണ്. 1993 95 ഓസ്ലോ കരാർ അനുസരിച്ചുള്ള കമ്മിറ്റ്മെൻറ്റാണ്. ആ കമ്മിറ്റ്മെൻറ്റ് പാലിക്കാൻ ലോകരാഷ്ട്രങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് അടിസ്ഥാന വിഷയമാകുന്നത് കൊണ്ട് മുൻകാലങ്ങളിൽ പാലസ്തീൻ കോസ് ഏറ്റെടുത്ത് നടത്തിയിരുന്നത് അറബി രാജ്യങ്ങളാണ്. എന്നാൽ ഇന്ന് അറബി രാജ്യങ്ങളും ഇസ്രായേലും തമ്മിൽ അബ്രഹാമിൻ്റെ പേരിൽ നിരവധി കരാറുകൾ ഏർപ്പെട്ടിരിക്കുന്നു. സൗദി അറേബ്യ ആ കരാറിലേക്ക് എത്തി നിൽക്കുന്ന ആ സമയത്താണ്, ആ കരാർ ഒപ്പിടുന്നതിന് പടിവാതിൽക്കൽ വെച്ചാണ് ഒക്ടോബർ 7, 2023 ഹമാസ് ഇസ്രായേലിനെതിരെ അപ്രതീക്ഷിതമായ ആക്രമണം നടത്തുകയും 1200 പേരെ വധിക്കുകയും ചെയ്ത് കുറച്ച് പേരെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്ത്. അത് അടിസ്ഥാനപരമായ വിഷയമാണ്. ഒക്ടോബർ 7, 2023 അല്ല, അടിസ്ഥാനപരമായ വിഷയമെന്ന് പറയുന്നത് പാലസ്തീൻ്റെ സ്വയം നിർണയ അവകാശമാണ്. അതിനുവേണ്ടിയാണ് ഹമാസിനെയും ഹൂതികളെയും ഹിസ്ബുള്ളയും എല്ലാം ഇറാൻ ഉപയോഗിക്കുന്നത്. ഒരു ഇറാൻ ഇസ്രായേൽ വിരോധത്തിൻ്റെ ഫണ്ടമെൻ്റൽ കാര്യത്തിൽ ഒന്ന്, പാലസ്തീൻ കോസിന് വേണ്ടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാനാണ്. അതിനുള്ള അർഹത ഇറാനുണ്ടോ, അതിനുള്ള ആവശ്യമുണ്ടോ, ഇറാൻ ഒരു അറബ് രാജ്യമല്ലല്ലോ എന്നൊക്കെ ചിലർ പറഞ്ഞേക്കാം. പക്ഷേ ആ കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. അവിടെ ഉണ്ടാകുന്ന റപ്ചർ, അവിടെ ഉണ്ടാകുന്ന ചില സംഘർഷങ്ങൾ, ആ സംഘർഷം കൈവിട്ടു പോകുന്നു. ഈ യുദ്ധത്തിൽ 28-ാം തീയതി, ഫെബ്രുവരി മാസം 28-ാം തീയതി മുതൽ തുടങ്ങിയ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിൻ്റെ വേരുകൾ, ഇമ്മീഡിയറ്റ് റൂട്ട്സ് എന്ന് പറയുന്നത് ഒക്ടോബർ 7, 2023 ആണെങ്കിലും ആത്യന്തികമായി ആ വേരുകൾ ചെന്ന് നിൽക്കുന്നത് പലസ്തീൻ കോസിന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഒരു പാലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിലേക്ക് എത്തി നിൽക്കുന്ന സമഗ്രമായ ഒരു കരാറാണ് യുദ്ധ അവസാനം വരണമെങ്കിൽ അതിനുള്ള പ്രാഥമികമായ കാര്യം. കാരണം അത് മാറ്റി നിർത്തി പുഷിംഗ് തിങ്സ് അണ്ടർ ദ കാർപ്പറ്റ് എന്ന് പറയുമല്ലോ, അടിസ്ഥാന വിഷയം മാറ്റിവെച്ചിട്ട് ഉപരിപ്ലവമായ വിഷയങ്ങളിൽ ചർച്ച നടത്തിയാൽ, ആണവ ഉപരിപ്ലവം എന്ന് പറയാനാവില്ല, പക്ഷേ മിസൈലുകൾ, ആണവായുധ വിദ്യ, ഏതെങ്കിലുമൊക്കെ പറയുമ്പോൾ എന്ത് ഉറപ്പാണ് ഇറാന് കൊടുക്കാൻ കഴിയുക? ഇറാൻ ഉറപ്പുകൾ കൊടുക്കാൻ കഴിയണം, സൗദി അറേബ്യയ്ക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയണം. അറബ് രാജ്യങ്ങളെല്ലാം ഇറാനിൽ നിന്നും സുരക്ഷാ ഭീഷണി നേരിടുന്നു എന്നത് കൃത്യമായി പറയാമല്ലോ. എത്രയോ ആക്രമണങ്ങളാണ്. അറബ് രാജ്യങ്ങൾ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളല്ല. അമേരിക്കയ്ക്ക് താവളങ്ങൾ കൊടുത്തു എന്ന് സത്യമാണ്. പക്ഷേ ആ താവളങ്ങളിലേക്കും താവളങ്ങളില്ലാത്ത ഇടത്തേക്കും ഇറാൻ്റെ ആക്രമണം വ്യാപിക്കുമ്പോൾ വാട്ട് കൈൻഡ് ഓഫ് ഗ്യാരണ്ടി വിൽ യു ഗിവ് ദ അറബ് ഇസ്ലാമിക് വേൾഡ്, എസ്പെഷ്യലി GCC റീജിയൻ? സൗദി അറേബ്യ അങ്കലാപ്പിലാണ്. UAE വലിയ കലിപ്പിലാണ്. കാരണം UAE പരസ്യമായി പറഞ്ഞിരുന്നത് ഇറാനെ ആക്രമിക്കാൻ തങ്ങൾ കൂട്ടുനിൽക്കില്ല, തങ്ങളുടെ ഭൂമി ഇറാനെതിരെയുള്ള ആക്രമണത്തിന് വേദിയാകാൻ പാടില്ല എന്ന് കർശന നിലപാടെടുത്ത രാജ്യങ്ങളാണ് സൗദി അറേബ്യയും UAEയും. പക്ഷേ ഏറ്റവും അധികം ആക്രമണം നേരിടേണ്ടി വന്നത് ഇറാൻ്റെ ഹോർമോസിന് തൊട്ട് തെക്ക് സ്ഥിതി ചെയ്യുന്ന UAEയിലേക്കാണ്.
അപ്പോൾ UAEയുടെ ഒരു സാമ്പത്തിക വളർച്ച, അബുദാബിയിലുള്ള എണ്ണ അല്ലെങ്കിൽ ദുബായിലുള്ള ഫ്രീപോർട്ട്, ഇതെല്ലാം തന്നെ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ വാട്ട് കൈൻഡ് ഓഫ് ഗ്യാരണ്ടീസ് ക്യാൻ ബി എക്സ്പെക്റ്റഡ്? ഒരു കരാർ എന്ന് പറയുമ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ട് എല്ലാം സെറ്റപ്പാക്കി പറഞ്ഞ് കോംപ്ലിമെൻ്റ് ആക്കിയെന്ന് സിനിമാ ഭാഷയുണ്ടല്ലോ, അതുപോലെ എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻ്റ് ആക്കി കഴിഞ്ഞാൽ തീരുന്ന വിഷയമല്ല. There should be guarantees on the part of Iran, guarantees to be given to GCC countries, Oman, Qatar, Bahrain, UAE, Saudi Arabia, Iraq and Kuwait. ഈ രാജ്യങ്ങൾക്ക് ഇറാൻ ആക്രമിക്കില്ല എന്ന ഗ്യാരണ്ടി നൽകേണ്ടി വരും. തിരിച്ച് ഇവരുടെ ഭാഗത്ത് അമേരിക്കയുടെ സേനാതാവളങ്ങൾ ഇറാനെതിരെയുള്ള ആക്രമണത്തിന് വേദിയാവില്ല എന്ന ഉറപ്പ് ഈ രാജ്യങ്ങളും ചേർന്ന് കൊടുക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വിഷയം ഇസ്രയേൽ തന്നെയാണ്. ഇസ്രയേൽ പലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഇറാനെ ആക്രമിക്കില്ല എന്ന കരാറും, ഇറാൻ ഇസ്രയേലിൻ്റെ അസ്തിത്വം അംഗീകരിക്കും. ഡെത്ത് ടു ഇസ്രയേൽ, ഡെത്ത് ടു അമേരിക്ക എന്ന ചാൻറ്റിങ് ഇനി മുതൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളാണ് ആത്യന്തികമായി ഉണ്ടാകുന്നത്. അല്ലാതെ ആണവ പദ്ധതിയിൽ നിന്നും ഇറാൻ പിന്നോട്ട് പോയി, ഹോർമൂസ് തുറന്നു കൊടുത്തു, ഇറാൻ്റെ ആസ്തികൾ, മരവിപ്പിക്കപ്പെട്ട ആസ്തികളെല്ലാം റിലീസ് ചെയ്തു, അതുപോലെ തന്നെ ഇറാനെതിരെയുള്ള ഉപരോധമെല്ലാം പിൻവലിച്ചു. അങ്ങനെയെങ്കിൽ യുദ്ധാവസാനം ഉണ്ടാവില്ല. താൽക്കാലികമായ യുദ്ധവിരാമം മാത്രമേ ഉണ്ടാകൂ. കഴിഞ്ഞ വർഷം ഉണ്ടായല്ലോ, താൽക്കാലികമായ യുദ്ധവിരാമം ഉണ്ടായല്ലോ, വീണ്ടും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടില്ലേ. അതുകൊണ്ട് പശ്ചിമേഷ്യയെ ഒരു മൊത്തം മേഖലയായി പരിഗണിച്ചുകൊണ്ട് ആ മേഖലയുടെ ശാശ്വതമായ സമാധാനമാണ് ലോകം ആഗ്രഹിക്കുന്നത് എങ്കിൽ ബാഹ്യശക്തികൾക്ക് അവിടുത്തെ ഇടപെടൽ, അത് ചൈനയാണെങ്കിലും റഷ്യയാണെങ്കിലും ഈവൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആണെങ്കിലും അത് പരിമിതപ്പെടുത്തുക എന്നതാണ്. ആ പ്രദേശത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കരാറുകളാണ് ആവശ്യം. നിർബന്ധമായി ബലം പ്രയോഗിച്ചുകൊണ്ട് ഹോർമൂസ് തുറക്കാൻ ശ്രമിച്ചാൽ സർവനാശമായിരിക്കും ഫലം. ബലം പ്രയോഗിച്ചുകൊണ്ട് കരയുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയും ഇറാനിൽ അതിക്രമിച്ച് കടക്കുകയും ഇറാൻ്റെ ഭൂമി കൈവശപ്പെടുത്തുകയും ചെയ്യാം എന്ന മോഹം വെറും വ്യാമോഹമായിരിക്കും. കാരണം ഇറാൻ്റെ ടോപ്പോഗ്രഫി വളരെ ഡൈവേഴ്സാണ്. തെക്ക് സാഗ്രോസ് മൗണ്ടൻസ് 1600ഓളം കിലോമീറ്റർ പേർഷ്യൻ ഗൾഫിന് അഭിമുഖമായി നിൽക്കുന്ന സാഗ്രോസ് മൗണ്ടൻസ്, അവിടെ നിന്നുകൊണ്ട് ടെറിട്ടോറിയൽ ജിയോഗ്രാഫിക്കൽ അഡ്വാൻറ്റേജ് ഇറാന് തന്നെയാണ്. അവിടെ പീരങ്കികളോ വിറ്റ്ലേഴ്സോ മറ്റെന്തെങ്കിലും മിസൈൽ ലോഞ്ചേഴ്സോ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പേർഷ്യൻ ഗൾഫ് മേഖലയിലേക്ക് ഇറാന് നിരന്തരമായ ആക്രമണം നടത്താനാവും. ഇറാൻ്റെ മിസൈൽ ശേഖരം പൂർണ്ണമായി നശിപ്പിച്ചു എന്ന അമേരിക്കൻ ക്ലെയിം ശരിയാകാനിടയില്ല. അതുപോലെ തന്നെ ഇറാൻ്റെ ഫൈറ്റിംഗ് സ്പിരിറ്റ്, അകത്തേക്ക് കടക്കടഞ്ഞാൽ പീഠഭൂമികൾ, വലിയ മരുഭൂമികൾ, അതുപോലെ വടക്കാണെങ്കിൽ മറ്റൊരു മൗണ്ടൻ റേഞ്ചസ്, ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനെ കാസ്പിയൻ സീ മേഖലയിൽ നിന്ന് കടന്നു വരാൻ സാധ്യതയുള്ള ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തുന്നു. അതുപോലെ ഒരു രീതിയിലും ആക്രമിച്ച് കീഴടക്കാൻ എളുപ്പമല്ലാത്ത ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് സൈനിക നടപടിയിലൂടെ, ഈവൻ ഒരു കരയുദ്ധത്തിലൂടെ പോലും ഇറാനെ പൂർണ്ണമായി കീഴടക്കാനും അതുവഴി ഭരണമാറ്റം ഉണ്ടാക്കാനും കഴിയും എന്ന അമേരിക്കയുടെ ചിന്ത ഒരുപക്ഷെ അസ്ഥാനത്താണ്. അതുകൊണ്ടാണ് ആത്യന്തികമായി both the sides will have to come to the negotiating table. അത് ഒരു റൗണ്ട് ചർച്ച അലസിപ്പിരിഞ്ഞു, അത് ശരിയാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ റോം ഇസ് നോട്ട് ബിൽറ്റ് ഓൺ എ സിംഗിൾ ഡേ എന്ന് പറയുന്നത് പോലെ ഒരു ദിവസം ചർച്ച അലസിപ്പിരിഞ്ഞത് കൊണ്ട് ഇനി ചർച്ചയില്ല എന്നല്ല. എന്താണ് അലസിപ്പിരിയാനുള്ള കാരണം? പറയപ്പെടുന്നത് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു ഫോൺ കോൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ചർച്ചയിൽ ഏർപ്പെട്ടിരുന്ന JD വാൻസിന് വന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. ആ ഫോൺ കോളിൻ്റെ ഇതിവൃത്തം എന്തായിരുന്നു, ഉള്ളടക്കം എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അതുവരെ സുഗമമായി മുന്നോട്ട് പോയിരുന്ന ചർച്ച പെട്ടെന്ന് സ്തംഭിക്കുകയും ഒരു പത്രസമ്മേളനം നടത്തി 21 മണിക്കൂർ നടത്തിയ ചർച്ച നാടകീയമായി പെട്ടെന്ന് ഹോർമൂസിൻ്റെ കാര്യത്തിലും ആണവ നിരായുധീകരണത്തിൻ്റെ കാര്യത്തിലും തങ്ങൾക്ക് യോജിപ്പിലെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക പിൻവാങ്ങിയിരിക്കുന്നു. ഇറാൻ വളരെ പ്രതീക്ഷാപൂർവം തന്നെയാണ് ഈ ഒരു കരാറിലേക്ക് എത്തി നിൽക്കാനുള്ള ആദ്യപടി ഭംഗിയായി കടന്നു എന്ന നിഗമനത്തിൽ ഇറാൻ നിൽക്കുമ്പോഴാണ് അമേരിക്കയുടെ പിൻവാങ്ങാറ്റം സംഭവിച്ചിരിക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? ഇനി ഒരു റൗണ്ട് ചർച്ച അസാധ്യമൊന്നുമല്ല. ഒരു റൗണ്ട് ചർച്ച അലസിപ്പിരിഞ്ഞു എന്നതുകൊണ്ട് ഈ പൂർണ്ണമായും ചർച്ചകളുടെ സാഹചര്യം ഒഴിവായി എന്ന് അർത്ഥമില്ല. നിർണായക ദിവസമാണ് ഏപ്രിൽ മാസം 22-ാം തീയതി. അന്നാണ് 2 ആഴ്ച വെടിനിർത്തൽ അവസാനിക്കുന്നത്. അതിന് മുൻപ് തന്നെ അമേരിക്ക ആക്രമണം തുടങ്ങുമോ, കരയാക്രമണത്തിലേക്ക് നീങ്ങുമോ? ആ സാഹസം അമേരിക്ക കാട്ടില്ല എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ വ്യോമാക്രമണം തുടർന്നാൽ തന്നെ കൂടുതൽ നാശനഷ്ടങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഇറാനും സ്വാഭാവികമായി ഗൾഫ് മേഖലയ്ക്കെതിരെ നിർത്തിവെച്ചിരുന്ന വ്യോമാക്രമണം വീണ്ടും തുടങ്ങില്ലേ? വീണ്ടും മിസൈലുകൾ സൗദിക്കും UAEക്കും ഖത്തറിനും ബഹ്റിനും നേരെ ചീറിപ്പായില്ലേ?
അതുകൊണ്ട് യുദ്ധവിരാമം, ഞാൻ ആവർത്തിച്ച് പറയുന്നു, യുദ്ധവിരാമത്തിൻ്റെ ശാശ്വതമായ പരിഹാരത്തിൻ്റെ അടിസ്ഥാനം, കോംപ്രിഹെൻസീവ് ഡീലിൻ്റെ അടിസ്ഥാനം ചർച്ചകൾ മാത്രമാണ്. അല്ലാതെ യുദ്ധവിജയം നേടിക്കൊണ്ട് ഇറാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാനോ ഒരിക്കലും ആ ലക്ഷ്യം കണ്ടെത്താനാവില്ല. അതുകൊണ്ട് ഇറാൻ്റെ ഭരണകൂടത്തിന്, ഇറാൻ എന്ന രാജ്യത്തിന് നിലനിൽക്കാനാവണം, ആ സംസ്കാരത്തിന് മുന്നോട്ട് പോകാനാവണം, ആ രാജ്യത്തിന് പറ്റിയ നഷ്ടങ്ങൾ ഏതെങ്കിലും രീതിയിൽ നികത്തപ്പെടാനാവണം. ഉപരോധം പിൻവലിച്ചാൽ മാത്രം മതിയാകുമല്ലോ. എണ്ണ സമ്പന്നമായ ഇറാനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ 3-ാം സ്ഥാനത്താണ് ഇറാൻ എണ്ണ നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ. ഈ എണ്ണ പൊതുവിപണികളിൽ സുഗമമായി എത്തുകയാണെങ്കിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നഷ്ടപ്പെട്ടു പോയ ഇൻഫ്രാസ്ട്രക്ചർ തിരിച്ച് നിർമ്മിക്കാൻ ഇറാന് സാധിക്കും. എല്ലാം തിരിച്ചു പിടിക്കാൻ ഇറാന് സാധിക്കും. ഉറപ്പുകൾ മതിയാകും. പാലിക്കപ്പെടുന്ന ശാശ്വതമായ ഉറപ്പുകളാണ് ആവശ്യം. അതുകൊണ്ട് സമാധാന ചർച്ചയ്ക്കുള്ളിൽ സർവാത്മന ഉണ്ടാകുന്ന ഡീൽ, അല്ലാതെ ഗൺ പോയിന്റിൽ എത്തിച്ചേരുന്ന ഡീലുകൾ എന്നല്ല പറയുക. 1-ാം ലോകമഹായുദ്ധം നമ്മൾ കണ്ടല്ലോ. 1-ാം ലോകമഹായുദ്ധത്തിൽ പരാജയപ്പെട്ട കക്ഷികളാണ് 2-ാം ലോകമഹായുദ്ധത്തിന് കോപ്പുകൂട്ടി ഇറങ്ങിയത് എന്നുകൂടി ഓർക്കുമ്പോൾ അണ്ടർ ഡ്യൂറൻസ് ഒരു ഡീലിനും ശാശ്വതമായ നിലനിൽപ്പ് ഉണ്ടാവില്ല. ചർച്ചകൾ മാത്രമാണ് പരിഹാരം. ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത അത്യന്തം നാടകീയമായ ഒരു നിമിഷത്തിലൂടെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ ആത്മീയ തലവനും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ തലവനും നേർക്കുനേർ വന്നിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ലിയോ 14 മാർപ്പാപ്പയും തമ്മിലുള്ള വാക്പോര് വല്ലാത്തൊരു യുദ്ധപ്രഖ്യാപനമായി മാറിയിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം? വെറും ഒരു ഈഗോ തർക്കമാണോ ഇത്? അതോ ലോകത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന നിർണായകമായ ഒരു മാറ്റത്തിന്റെ തുടക്കമാണോ? നമുക്ക് വിശദമായിട്ട് നോക്കാം. എരിതിയിൽ എണ്ണയൊഴിച്ചുകൊണ്ടാണ് ഈ ഒരു തർക്കം തുടങ്ങിയത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ തകർക്കുമെന്നും ഒരു നാഗരികത തന്നെ ഇന്ന് രാത്രി അവസാനിക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ ഈ പ്രസ്താവനയെ കടുത്ത ഭാഷയിലാണ് ലിയോ 14 മാർപ്പാപ്പ വിശേഷിപ്പിച്ചത്. ഇതിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഡിലൂഷൻ ഓഫ് ഓംനിപൊട്ടൻസ്, അല്ലെങ്കിൽ താൻ സർവശക്തനാണെന്ന വിഭ്രാന്തി എന്നാണ്. ലോക നേതാക്കൾ വിനയം കാണിക്കണമെന്നും യുദ്ധം ആർക്കും ഗുണം ചെയ്യില്ല എന്നും വത്തിക്കാനിൽ നടന്ന പ്രാർത്ഥനയ്ക്കിടെ മാർപ്പാപ്പ പറഞ്ഞതാണ് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചത്. ട്രംപ് വെറുതെ ഇരിക്കുന്ന ആളല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫ്ലോറിഡയിൽ നിന്ന് വാഷിംഗ്ടണിലേക്കുള്ള തന്റെ വിമാനയാത്രക്കിടയിൽ ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ 10 തവണയാണ് മാർപ്പാപ്പയെ വിമർശിച്ചത്. ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ലിയോ മാർപ്പാപ്പയ്ക്ക് ക്രൈം തടയാൻ താല്പര്യമില്ല, അദ്ദേഹം ഒരു റാഡിക്കൽ ലെഫ്റ്റിസ്റ്റ് ആണ്. അമേരിക്കൻ പ്രസിഡന്റിനെ വിമർശിക്കാൻ അദ്ദേഹത്തിന് ആരാണ് അധികാരം നൽകിയത്? അമേരിക്കൻ വോട്ടർമാർ എന്നെ തിരഞ്ഞെടുത്തത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാണ്. അവിടെയും തീർന്നില്ല, മാർപ്പാപ്പ സഭയുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ രാഷ്ട്രീയക്കാരനായി മാറുന്നു എന്നും ട്രംപ് അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇദ്ദേഹം മാർപ്പാപ്പ ആവില്ലായിരുന്നു എന്ന് വരെ ട്രംപ് പറഞ്ഞു വെച്ചു. ഈ പോരാട്ടത്തിനിടയിലാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഒരു വിചിത്രമായ AI ചിത്രം പങ്കുവച്ചത്. വെള്ള വസ്ത്രം ധരിച്ച് ഒരു ആശുപത്രിയിൽ കിടക്കുന്ന രോഗിയുടെ മേൽ കൈവച്ച് അത്ഭുതം പ്രവർത്തിക്കുന്ന ട്രംപ്. ചുറ്റും അമേരിക്കൻ പതാകകളും പ്രാർത്ഥിക്കുന്ന നഴ്സുമാരും വിമാനങ്ങളും ഒക്കെയുണ്ട്. ക്രിസ്ത്യൻ വിശ്വാസികൾക്കിടയിൽ ഇത് വൻ പ്രതിഷേധത്തിന് കാരണമായി. ഇതിനെ ബ്ലാസ്ഫമി, ദൈവനിന്ദ എന്നാണ് പലരും വിശേഷിപ്പിച്ചത്. എന്നാൽ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ട്രംപ് നൽകിയ വിശദീകരണം കേട്ട് ലോകം അമ്പരന്നിരിക്കുകയാണ്. അത് യേശുവല്ല, ഞാനൊരു ഡോക്ടറായിട്ട് അഭിനയിച്ചതാണ്, ഞാൻ ലോകത്തെ സുഖപ്പെടുത്തുകയാണ് എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. മാപ്പ് ചോദിക്കാൻ അദ്ദേഹം തയ്യാറല്ലെന്ന് മാത്രമല്ല, താൻ ചെയ്തത് ശരിയാണ് എന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. ഇനി ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്ത വരുന്നത് അൾജീരിയയിൽ നിന്നുമാണ്. തന്റെ 10 ദിവസത്തെ ആഫ്രിക്കൻ പര്യടനത്തിന്റെ ഭാഗമായിട്ട് അൾജീരിയയിൽ എത്തിയ മാർപ്പാപ്പ ട്രംപിന്റെ വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ ട്രംപിന് ഭയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശാന്തനായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് ആരെയും ഭയമില്ല, ക്രിസ്തുവിന്റെ സുവിശേഷം സമാധാനത്തിന്റെയാണ്. അത് പറയാൻ എനിക്ക് ആരുടെയും അനുവാദം വേണ്ട. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, മറിച്ച് മനുഷ്യരുടെ ജീവന് വില നൽകുന്ന സഭയുടെ തലവനാണ്. ട്രംപിനെ പേരെടുത്ത് പറയാതെ തന്നെ ലോകം മുഴുവൻ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് ഇത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അൾജീരിയയിലെ ജനങ്ങൾ വൻ സ്വീകരണമാണ് അദ്ദേഹത്തിന് നൽകിയത്. ഈ തർക്കം അമേരിക്കയിലെ കാത്തലിക് വോട്ടർമാരെ 2 തട്ടിലാക്കിയിരിക്കുകയാണ്. എന്തായാലും ചിലർ ട്രംപിന്റെ കടുത്ത ദേശീയതയെ പിന്തുണയ്ക്കുമ്പോൾ ഭൂരിഭാഗം വിശ്വാസികളും സഭാ തലവനെ അപമാനിച്ചതിൽ അസ്വസ്ഥരാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം വത്തിക്കാന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി അന്റോണിയോ തജാനി ഇന്ന് പറഞ്ഞത് അധാർമികമായ യുദ്ധങ്ങളെ വിമർശിക്കാൻ മാർപ്പാപ്പയ്ക്ക് അധികാരമുണ്ട് എന്നാണ്. എന്നാൽ ട്രംപ് പക്ഷം ഉറച്ചു നിൽക്കുന്നത് അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിൽ തന്നെയാണ്.
അതെ, നമ്മൾ കാണുന്നത് രാഷ്ട്രീയ അധികാരവും ആത്മീയ ബോധ്യവും തമ്മിലുള്ള ഒരു കൊടും പോരാട്ടമാണ്. ഒരു വശത്ത് സൈനിക കരുത്തും സോഷ്യൽ മീഡിയ സ്വാധീനവുമുള്ള ട്രംപ്, മറുവശത്ത് സമാധാനത്തിന്റെയും കരുണയുടെയും സന്ദേശവുമായിട്ട് ലിയോ 14 മാർപ്പാപ്പ. ഏതായാലും ഈ ഒരു തർക്കം കേവലം വാക്കുകളിൽ ഒതുങ്ങില്ല എന്ന് ഉറപ്പാണ്. ഇറാൻ യുദ്ധത്തിന്റെ ഗതിയും അതുപോലെ വരാനിരിക്കുന്ന ആഗോള രാഷ്ട്രീയ മാറ്റങ്ങളും ഈ രണ്ട് വ്യക്തികളുടെ നിലപാടുകളെ ആശ്രയിച്ചിരിക്കും. ട്രംപ് മാപ്പ് പറയുമോ അതോ സഭയുടെ പിന്തുണയില്ലാതെ ട്രംപിന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? 2026 ഏപ്രിൽ മാസം ചരിത്രത്തിന്റെ താളുകളിൽ എങ്ങനെ രേഖപ്പെടുത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകം ഇന്ന് ശ്വാസം അടക്കിപ്പിടിച്ച് ഒരേ ഒരു സ്ഥലത്തേക്ക് നോക്കി നിൽക്കുകയാണ്: ഹോർമുസ് കടലിടുക്ക്. ഇപ്പോൾ ഇത് വെറും ഒരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് രണ്ട് വൻ ശക്തികൾ അമേരിക്കയും ചൈനയും നേരിട്ടുള്ള ഒരു സൈനിക ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തി നിൽക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച നാവിക ഉപരോധം ചൈനയുടെ ജീവനാഡിയെ തന്നെ ബാധിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട എന്ന ചൈന പരസ്യമായി അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. എന്താണ് ഹോർമുസിൽ സംഭവിക്കുന്നത്? ആഗോള സാമ്പത്തിക രംഗം തകർച്ചയിലേക്കാണോ? നമുക്ക് പരിശോധിക്കാം. ഭൂപടത്തിൽ ഹോർമുസ് കടലെടുക്കൊന്ന് നോക്കിയാൽ മനസ്സിലാകും, വെറും 21 മൈൽ മാത്രം വീതിയുള്ള ഒരു ചെറിയ പാതയാണിത്. പക്ഷേ ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നു പോകുന്നത് ഈ ഒരു പാതയിലൂടെയാണ്. ഇറാനുമായിട്ടുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ട്രംപ് ഈ പാതയിൽ അമേരിക്കൻ നാവികസേനയെ നിരത്തിക്കഴിഞ്ഞു. ഇന്നലെ രാത്രി വൈകി വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചൈനയിലേക്ക് എണ്ണയുമായി പോവുകയായിരുന്ന റിച്ച് ടാരി എന്ന കൂറ്റൻ ടാങ്കർ കപ്പൽ അമേരിക്കൻ സൈന്യത്തിന്റെ ഭീഷണിയെ തുടർന്ന് വഴിതിരിച്ചുവിട്ടു. ഇതൊരു തുടക്കം മാത്രമാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു തടസ്സമല്ല, മറിച്ച് അവരുടെ ഊർജ്ജ സുരക്ഷയ്ക്ക്, ആ ഒരു സെക്യൂരിറ്റിക്ക് നേരെയുള്ള യുദ്ധ പ്രഖ്യാപനമാണ്. അമേരിക്കയുടെ ഈ കടുംപിടുത്തത്തിന് ചൈന നൽകിയ മറുപടി അങ്ങേയറ്റം പ്രകോപനപരമാണ്. ചൈനീസ് പ്രതിരോധ മന്ത്രി ഡോങ് ജൂൺ ഇന്ന് പുലർച്ചെ നടത്തിയ പ്രസ്താവന അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലും വ്യാപാരത്തിലും ഇടപെടാൻ ആരെയും അനുവദിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചൈനീസ് വിദേശകാര്യ വക്താവ് ഗുവോ ജിയാകുൻ ഒരു പടി കൂടി കടന്നു പറഞ്ഞു: ഹോർമുസ് ആരുടെയും തറവാട് സ്വത്തല്ല. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ചൈന തുടരുമെന്നും തങ്ങളുടെ കപ്പലുകളെ തടയാൻ നോക്കിയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും ബെയ്ജിംഗ് മുന്നറിയിപ്പ് നൽകുന്നു. ചൈനീസ് നാവികസേനയുടെ പടക്കപ്പലുകൾ ഇപ്പോൾ ഹോർമുസ് ലക്ഷ്യമാക്കി നീങ്ങുന്നു എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. ഇനി എന്തിനാണ് ട്രംപ് ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത്? ഉത്തരം വളരെ സിമ്പിളാണ്: ഇറാനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുക. അതാണ് കാര്യം. ഇസ്രായേൽ ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇറാന്റെ വരുമാന മാർഗമായ എണ്ണ കയറ്റുമതി തടയുക എന്നതാണ് അമേരിക്കയുടെ പ്ലാൻ. പക്ഷേ ഇറാനെ അടിക്കുമ്പോൾ ആ ഒരു അടി കൊള്ളുന്നത് ചൈനയ്ക്കാണ്. ചൈനയുടെ എണ്ണ ആവശ്യത്തിന്റെ 40% വരുന്നത് ഈ ഒരു പാതയിലൂടെയാണ്. ഇത് തടയുന്നതിലൂടെ ചൈനയുടെ സാമ്പത്തിക വളർച്ചയെ പിന്നോട്ടടിക്കാമെന്നും ട്രംപ് കരുതുന്നുണ്ടാവാം. അമേരിക്ക ഫസ്റ്റ് എന്ന നയം നടപ്പിലാക്കാൻ ട്രംപ് ലോക സമാധാനത്തെ പോലും പണയപ്പെടുത്തുകയാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഹോർമുസിൽ ഇപ്പോൾ നടക്കുന്നത് കൗതുകരവും അതുപോലെ തന്നെ അതിഭീകരവുമായ ചില കാര്യങ്ങളാണ്. ചില ചൈനീസ് ടാങ്കറുകൾ അമേരിക്കൻ സൈന്യത്തെ കബളിപ്പിച്ച് ഇറാൻ തീരത്തോട് ചേർന്ന് നീങ്ങുന്നുണ്ട്. ന്യൂ ഫ്യൂച്ചർ, അറോറ എന്നീ കപ്പലുകൾ ഇത്തരത്തിൽ ഉപരോധം ലംഘിച്ച് കടന്നുപോയതായിട്ടാണ് വിവരവും. എന്നാൽ US സെൻട്രൽ കമാൻഡ് പറയുന്നത് ഇറാനുമായി ബന്ധമുള്ള എല്ലാ കപ്പലുകളും ഞങ്ങൾ പരിശോധിക്കുമെന്നാണ്. കടലിൽ വെച്ച് കപ്പലുകൾ പിടിച്ചെടുക്കാനുള്ള അധികാരം സൈന്യത്തിന് ട്രംപ് നൽകി കഴിയുകയും ചെയ്തു. ഇത് ശരിക്കും ഒരു ഷൂട്ട് ഔട്ടിലേക്ക് നയിക്കുമോ എന്നാണ് ഇപ്പോൾ ലോകം ഭയപ്പെടുന്നത്. ഒരു കാര്യം നമ്മൾ ഗൗരവമായിട്ട് ഇവിടെ കാണാനുണ്ട്: ഹോർമുസ് കടലിടുക്ക് അടഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ യുദ്ധമുണ്ടായാൽ ഇന്ത്യയിൽ നാളെ പെട്രോളിനും ഡീസലിനും തീവില വരും. നമ്മുടെ എണ്ണ ഇറക്കുമതിയുടെ വലിയൊരു ഭാഗവും ഈ ഒരു വഴിയിലൂടെയാണ് വരുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ തന്നെ റോക്കറ്റ് പോലെയാണ് കുതിക്കുന്നത്. ഷിപ്പിംഗ് കമ്പനികൾ ആഫ്രിക്കൻ വൻകര ചുറ്റിപ്പോകാൻ തീരുമാനിച്ചാൽ സാധനങ്ങളുടെ വില ഇരട്ടിയാകുമെന്ന് ഉറപ്പാണ്. ഇന്ത്യയെ പോലെയുള്ള വികസ്വര രാജ്യങ്ങൾക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെടുന്നത് ഉടനടി വെടിനിർത്തൽ വേണമെന്നാണ്. എന്നാൽ അമേരിക്ക വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. പെന്റഗൺ തങ്ങളുടെ കൂടുതൽ ആയുധങ്ങളും വിമാനവാഹിനി കപ്പലുകളും പശ്ചിമേഷ്യയിലേക്ക് മാറ്റുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ആശങ്കാകുലരാണെങ്കിലും അമേരിക്കയെ തടയാൻ അവർക്ക് കഴിയുന്നില്ല. ഒരു വശത്ത് ഇസ്രായേൽ ഇറാൻ പോരാട്ടം, അതുപോലെ മറുവശത്ത് അമേരിക്ക ചൈന നാവിക യുദ്ധ ഭീഷണി. ലോകം ശരിക്കും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് എന്ന് വേണം പറയാൻ. അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കങ്ങളും അതിനെ വെല്ലുവിളിക്കാനുള്ള ചൈനയുടെ തീരുമാനവും ലോകത്തെ ഒരു വലിയ സാമ്പത്തിക തകർച്ചയിലേക്കോ അല്ലെങ്കിൽ ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്കോ നയിച്ചേക്കാം. കടലിലെ ഈ പവർ ഗെയിമിൽ ആര് ജയിക്കും? ട്രംപിന്റെ വാശിയാണോ അതോ ചൈനയുടെ അതിജീവന തന്ത്രമാണോ? വരും മണിക്കൂറുകൾ നിർണായകമാണ്. ചർച്ചകളിലൂടെ പരിഹാരം ഉണ്ടാക്കാമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം ഒരു യുദ്ധം ലോകം ആഗ്രഹിക്കുന്നില്ല. ഇത്രയേറെ വെല്ലുവിളികളും യുദ്ധകാഹളങ്ങളും മുഴങ്ങുമ്പോഴും
ലോകം പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ശുഭസൂചനകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നതാണ് ആശ്വാസകരം. ലിയോ 14 മാർപ്പാപ്പ ഉയർത്തുന്ന സമാധാനത്തിന്റെ ശബ്ദം ലോക നേതാക്കൾക്ക് മേൽ ശക്തമായ ധാർമ്മിക സമ്മർദ്ദം ചെലുത്തുമ്പോൾ തന്നെ ഹോർമുസ് കടലിടുക്കിലെ സൈനിക വിന്യാസങ്ങൾക്കിടയിലും ഐക്യരാഷ്ട്രസഭയുടെയും നിഷ്പക്ഷ രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ സമാന്തരമായ നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും വലിയ പ്രതിസന്ധികൾക്ക് ശേഷമാണ് ഏറ്റവും ശക്തമായ സമാധാന ഉടമ്പടികൾ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഇരുണ്ട മേഘങ്ങൾ ഒഴിഞ്ഞു മാറുമെന്നും ആയുധങ്ങളെക്കാൾ കൂടുതൽ സംഭാഷണങ്ങൾക്കും വിവേകത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ പുലരിയിലേക്ക് ലോകം ഉണരുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.